ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ റിപ്പീറ്റീവ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ റിലേഷൻഷിപ്പ് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഇഷ്ടത്തോടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ആവശ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. മറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരാണോ പറയുന്നത് അത് അവരുടെ മാത്രം ആവശ്യമാണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ മാത്രം ആവശ്യമാണ് എന്നുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടി കൂടാതെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ കേസ് എന്താണെന്ന് കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നൽകുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്ലീസ് സ്റ്റേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ഈ ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കൂടെ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ ലോസ് ചെയ്യുകൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മളോട് വളരെയധികം ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മളോട് അത്രയും ആത്മാർത്ഥമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ റിലേഷൻഷിപ്പ് അത്രയും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നിൽക്ക്, അല്ലെങ്കിൽ എന്നെ വിട്ടു പോവരുത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. സോ പ്ലീസ് സ്റ്റേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു റിക്വസ്റ്റ് നിങ്ങൾക്ക് കൂടെ നടത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു പോയിന്റ് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സെക്കൻഡ് പറയുന്ന ഒരു കാര്യം, ഐ ആം സോറി, പ്ലീസ് ഡോണ്ട് ലീവ് മീ, ഐ ബെഗ് യു. ഇത്തരത്തിൽ എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സോറി പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഒരു പക്ഷേ റിക്വസ്റ്റ് എന്നതിലുപരി യാചിക്കേണ്ടി വരുന്നു, അതായത് ബെഗ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതും ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്കാണ് ആവശ്യം, അല്ലെങ്കിൽ ഇതാരാണോ പറയേണ്ടി വരുന്നത്. ഒന്നോ രണ്ടോ തവണയല്ല പറയുന്നത്, കണ്ടിന്യൂസ്ലി എന്തൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അശ്രദ്ധ മൂലം ഉണ്ടായ ഒരു കാര്യം പോലും ആയിരിക്കാം. എനിവേസ്, അവിടെ നിങ്ങൾ തന്നെ സോറി പറഞ്ഞുകൊണ്ട് ആ റിലേഷൻഷിപ്പ് നിലനിർത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, ഐ വിൽ ഡു വാട്ട് എവർ യു സേ. നീ പറയുന്ന എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യമാണോ അത് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ഒപ്പീനിയനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്വാതന്ത്ര്യമോ ഇല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മാത്രം ഇഷ്ടം നോക്കിക്കൊണ്ട് ആണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാവുന്നുണ്ട് അല്ലെങ്കിൽ നിർബന്ധിതയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാം അത് ഒരാളുടെ മാത്രം ആവശ്യമാണ്. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തിയുടെ മാത്രം ആവശ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സോ നീ പറയുന്ന എന്താണോ അതിനനുസരിച്ച് ഞാൻ നീങ്ങാം, അല്ലെങ്കിൽ നീ പറയുന്ന എന്താണോ അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അതും മറ്റൊരു സൈനാണ് ആ റിലേഷൻഷിപ്പ് ഒരാളുടെ മാത്രം ആവശ്യമാണ് എന്നതിൻ്റെ. നെക്സ്റ്റ് വൺ, പ്ലീസ് ഡോണ്ട് ബ്ലോക്ക് മീ. അതായത് എപ്പോഴാണ് നമ്മൾ ഒരാൾ ബ്ലോക്ക് ചെയ്യരുത്, എന്നെ ബ്ലോക്ക് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ആപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ അപ്ഡേഷൻ അറിയണം, എന്നെ ബ്ലോക്ക് ചെയ്യരുത്, അങ്ങനെയൊക്കെയാണല്ലോ പറയാം. സോ ഇത്തരത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ എന്തായിരിക്കും? തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരാത്തതിനെ കുറിച്ച് കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എങ്ങനെയും എസ്കേപ്പ് ആയാൽ മതി എന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴേക്കും അവരിങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതും കൃത്യമായ ഒരു സൈനാണ് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ സംസാരിക്കണം എന്നുള്ളത് യാതൊരുവിധ നിർബന്ധവും ഇല്ല, ഒരാളുടെ മാത്രം ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ സംസാരിക്കുക, കാര്യങ്ങൾ അറിയുക എന്നുള്ളതൊക്കെ. നെക്സ്റ്റ് വൺ, ഐ വിൽ ചേഞ്ച് മൈ സെൽഫ് ആസ് യു വാണ്ട്. നിനക്ക് എങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ നീ പറയുന്ന പോലെ ഞാൻ മാറാം, അല്ലെങ്കിൽ നീ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാൻ ആവാൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ ഞാൻ ആവാം. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ പ്രാധാന്യം എന്താണ്? പലപ്പോഴും റിലേഷൻഷിപ്പില് പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ ഡിസഗ്രിമെന്റോ ഒക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി മറ്റൊരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ മാറ്റുന്നത് ഒരു റിലേഷൻഷിപ്പില് ഒരു ഗ്രീൻ ഫ്ലാഗേ അല്ല. തീർച്ചയായും ഓരോ വ്യക്തികളും യുണീക്കാണ്. ഓരോ വ്യക്തികൾക്കും അവരുടേതായുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം മറ്റൊരാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറണം അല്ലെങ്കിൽ മാറ്റണം എന്ന് ചിന്തിക്കുന്നത് റോങ് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ അത് വളരെ വലിയൊരു റെഡ് ഫ്ലാഗ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ ഇത്തരത്തിൽ നീ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാൻ സംസാരിക്കാം, അതുപോലെ ഞാൻ ഡ്രസ് ധരിക്കാം, അതുപോലെ ഞാൻ വർക്ക് ചെയ്യാം, ഇത്തരത്തിൽ നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞാൻ ആവാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ അങ്ങനെ പറയേണ്ടതിന്റെ യാതൊരുവിധ ആവശ്യകതയും വരുന്നില്ല. സോ ഇങ്ങനെ നിങ്ങൾക്ക് റിപ്പീറ്റ്ലി പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ഓക്കെയാണ്, മാറിയാലും ഓക്കെയാണ്, മാറിയില്ലെങ്കിലും ഓക്കെയാണ്, മേ ബി ആ റിലേഷൻഷിപ്പ് ലീവ് ചെയ്യാനും ഓക്കെയാണ് എന്നതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിൽ ഈ കാര്യം നിങ്ങൾക്ക് റിപ്പീറ്റ്ലി പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഫൈനലി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ആദ്യം തുടങ്ങുന്നത് എന്നുള്ളത് കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. അവരെ മെസ്സേജ് അയക്കുന്നത്, അവരെ കോൾ ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ തിരക്കുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പില് ഒരു ഗ്രോ എന്ന് പറയല്ലോ, ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടൈം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നതൊക്കെ നിങ്ങളുടെ മാത്രം ആവശ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതിന് യാതൊരുവിധ എഫേർട്ട് എടുക്കുന്നില്ല, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അവരുടെ കാര്യം എന്താണോ അത് നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാം ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്, അവർ അതൊരു സൈഡായിട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നിച്ച്, അതായത് ഒരേപോലെ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായി പറയാം ആ റിലേഷൻഷിപ്പ് ഒട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി അല്ല എന്നുള്ളത്. ഒരു ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പിൽ നിലനിന്നാൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ കുറെ കൂടി ജെന്യൂനിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ഹോണസ്റ്റായി നിലനിൽക്കുന്ന ആ വ്യക്തിക്കായിരിക്കും കൂടുതൽ വിഷമം നേരിടേണ്ടി വരിക, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു ഡൗൺ സ്റ്റേജ് ഈ വ്യക്തിയായിരിക്കും ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കുക. ഇൻ കേസ് അത് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നമ്മുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്